ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് ദുബായിലോട്ട് പോവാണ്. ഒരു ദമാം എയർപോർട്ടിലായിരിക്കുന്നത്. ഇതിന്റെ ഗ്യാപ്പിൽ ഞാനൊരു വീഡിയോ എടുക്കുമെന്ന് ഒരു വ്ളോഗ് ആക്കുമെന്ന് ഞാനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സംതിങ് ഈസ് അൺഎക്സ്പെക്റ്റഡ് അൺപ്ലാൻഡ്. കാരണം ഫ്ലൈറ്റ് ടൈമൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാവേ. അതായത് 5:25 ഉള്ളത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നോമ്പ് ഇഫ്താർ എവിടെ നോമ്പ് തുറക്കും എന്നുള്ളത്. എൻ്റെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ലഗേജിൽ അങ്ങ് വിട്ടു. ഞാൻ ഓർത്തില്ല. എന്തെല്ലോ ഓർമ്മയിലൊക്കെയാണ് ഞാൻ ഒന്നാമത് കിളി പറഞ്ഞിട്ടായിരിക്കുന്നത്. എനിക്ക് അറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ്. എനിക്ക് കുറച്ച് ദിവസങ്ങളിലായിട്ട് കിളി നന്നായിട്ട് പാറുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് ഒന്ന് ഓർഡർ ചെയ്യാമെന്ന്. നമ്മുടെ ടിക്കറ്റിൽ ഫുഡ് ഇൻക്ലൂഡ് അല്ല. നോമ്പായതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. കാരണം നമ്മൾ ആകെ 2 നേരമാണ് കഴിക്കുന്നത്. ഒന്ന് നോമ്പ് തുറ, ഒന്ന് അത്താഴം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല ഫ്ലൈറ്റ് കയറിയതിന് ശേഷമാണ് ബാങ്ക് കൊടുക്കണേന്നുള്ളത്. എന്താ ചെയ്യാന്ന് അറിയില്ല. ഇവിടെ നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. വരുന്ന വഴിയിലൊക്കെ ഒത്തിരി കഫേ ഒക്കെ ഉണ്ട്. സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, ടിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. പക്ഷെ ഈ ലാസ്റ്റ് മൊമെന്റിൽ ടിക്കറ്റിലോട്ട് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് വൈഫൈ ഒന്നും കിട്ടുന്നില്ല. ഈ ഗേറ്റിന്റെ അടുത്ത് വൈഫൈ ഇല്ലേ. ഇനി ഫ്ലൈറ്റ് കയറിയതിന് ശേഷം എന്റെ ഭാഗ്യം ഞാനൊന്ന് പരീക്ഷിക്കുവാണ്. എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിയാം. കാരണം കുറേ ദിവസങ്ങളിലായിട്ട് കുറേ വിഷമങ്ങളും സങ്കടങ്ങളും ഡിപ്രഷനും ഒക്കെ ആയിട്ട് ഞാൻ നിന്നിട്ട് സൗദിയിൽ വന്നിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. തിരിച്ചു പോണ പോക്കിൽ അതൊക്കെ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോണ അവസ്ഥയാണോ എന്നുള്ള ഒന്ന് പരീക്ഷിക്കട്ടെ. അകത്ത് ഫുഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫുഡ് വാങ്ങിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഒരു ഫുഡ് തരത്തില്ല. അവരെന്തേലും ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം എടുക്കും നമുക്ക് ഫുഡ് തരാൻ. അപ്പോഴത്തേക്കും ഞാൻ മിക്കവാറും പടാവും. കാരണം ടേക്ക് ഓഫ് ആയി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടെങ്കിൽ ഞാൻ നോമ്പുറൊക്കെ എന്താ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. വെള്ളമെങ്കിലും തന്നാൽ മതിയായിരുന്നു. അപ്പൊ നോക്കാം. എന്റെ ഈ നോമ്പ് തുറ 10-25,000 ഫീറ്റ്, 30,000 അന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. 30,000 അടിയുടെ മുകളിൽ നിന്നിട്ട് എങ്ങനെയാണ് ഞാൻ നോമ്പ് തുറക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ഉള്ളത്. എന്റെ നോമ്പ് ഞാൻ എവിടെ നിന്നായിരിക്കും, എങ്ങനെയായിരിക്കും, നേരെ ഷാർജ എയർപോർട്ടിൽ എത്തിയതിനു ശേഷമായിരിക്കും ഞാൻ നോമ്പ് തുറക്കുണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാനും കാത്തിരിക്കുകയാണ് ഗൈസ് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട്. നാട്ടിലൊക്കെ നോമ്പൊക്കെ എല്ലാവരും ഈ സമയം തുറന്നിട്ടുണ്ടാവും. കാരണം സൗദി ടൈമും നാട്ടിലെ ടൈമും 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 4:30 മണിയായി. അപ്പം അവിടെ 7 മണിയായിട്ടുണ്ട്. അതെ, നോമ്പൊക്കെ നിങ്ങൾ തുറന്നിട്ടുണ്ടാവും. എനിക്കറിയാൻ പാടില്ല സമയം നല്ലതാകുമോ ശരിയാകുമോ. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നേരത്തെയാണ്. ഒരു 25 മിനിറ്റ്സ് മുന്നേ ഫ്ലൈറ്റ് കയറി ഇരിക്കാൻ പോവാണ്. എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ആകെയുള്ള ഒരു പ്രതീക്ഷ അതാണ്. ഒരു പ്രതീക്ഷ എനിക്കില്ല. ഇന്നത്തെ എന്റെ ആകെയുള്ള പ്രതീക്ഷ അത് മാത്രമാണ്. ഫ്ലൈറ്റ് കയറിയതിനു ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ദേ കിടക്കുന്നു നമ്മുടെ ഫ്ലൈറ്റ്. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. കുറേ യാത്രകൾക്ക് ശേഷമാണ് കേട്ടോ എനിക്ക് ഇന്ന് വിൻഡോ സീറ്റ് കിട്ടുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴും ജോർദാന് പോയപ്പോഴും തിരിച്ചെത്തിയപ്പോഴും ഇപ്പോൾ റിയാദിലോട്ട് വന്നപ്പോഴൊന്നും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ല. വിൻഡോ സൈഡ് കിട്ടിയിട്ടില്ല. എനിക്കത് കിട്ടും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും കാര്യമില്ല. സേഫാണ്, സേഫാണ്. മുന്നേയൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു വിൻഡോ സീറ്റ് തരാൻ പറ്റുമെന്ന്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ചോദിക്കാം. കാരണം എവിടെ ഇരുന്നാലും ഒരേ കണക്ക്. അപ്പൊ നമുക്കിന്ന് നോക്കാട്ടോ. ഇതിന്റെ മക്കളൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കുന്നത്. الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا. ഇപ്പൊ നമ്മൾ കേട്ടത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ്. അതായത് നമ്മളൊരു യാത്രയിലോട്ട് പോകുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ, അതേപോലെ ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന. ടേക്ക് ഓഫ് ആവാനായി റൺവേയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നിമിഷവും പറക്കാം. അതിന് ശേഷം വേണം എനിക്ക് ഫുഡ് കിട്ടുമോ ചോദിക്കാൻ. എയർപോർട്ടിന്റെ പരിസരത്ത് There will be a foundation from the support communities by investing in education and healthcare. വെള്ളം അവർക്ക് ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ബാങ്ക് ഓൾറെഡി 10-15 അവരിപ്പോഴാണ് കൊണ്ട് തന്നു. ഒരു ഇല്ലായിരുന്നു, ഓൾറെഡി കളഞ്ഞതാ പുര്. നല്ല തലവേദനയ്ക്ക് നല്ല വിഷമം. ഒരു ഓൾറെഡി റിമൂവ് ചെയ്തു. ബാഗിലിടാൻ ആവശ്യം വരെ ഇപ്പോഴേ
എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല ഗൈസ്. ആ ഈത്തപ്പഴത്തിന് ശേഷം ഫുഡ് തന്നില്ല, മീൻസ് ഫുഡ് ഇല്ലായിരുന്നല്ലോ. ഓർഡർ ആക്കാന്ന് പറഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ചിട്ടായിട്ടും ഫുഡ് അവർ കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ അവരുടെ ഇൻഫോം ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഫുഡ് കൊണ്ടുവന്നേ. എന്നിട്ട് എന്റെ സീറ്റിന് 2 സീറ്റ് മുമ്പ് എത്തിയപ്പോ തന്നെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ട്, അവർക്ക് അത് നോക്കണം, അതുകൊണ്ട് അവർ പോവാണെന്ന് പറഞ്ഞ ഒറ്റ പോക്ക് പോയി. ഞാൻ പട്ടിണിയായി. ഇപ്പൊ സമയം 10:30 മണിയായി. 10:30 മണിയായിട്ട് ഞാൻ ആ ഈത്തപ്പഴത്തിന്റെ മേലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ ഒരു കോഫി ഓർഡർ ആക്കിയിട്ടുണ്ട്, ഫുഡ് ഇപ്പൊ വരും. അപ്പൊ നോമ്പ് തുറ അത്താഴവും ഇന്ന് ഒരുമിച്ചിട്ടാണ്. എന്തൊരു നോമ്പ് തുറക്കില്ല, എനിക്കറിയാൻ പാടില്ല. ഈ ദുബായിൽ ഞാൻ കാലെടുത്ത് വെച്ചപ്പോ എനിക്ക് സമയം ശരിയല്ല, അതെനിക്ക് ഇന്ന് തന്നെ മനസ്സിലായി. അവിടെ ഒരു ബേബി ഇരുന്ന് എന്നെ ലുക്ക് വിടുന്നു ഗൈസ്. ഞങ്ങൾ ലപ്പായി ഗൈസ്, ഞങ്ങൾ ലപ്പായി. മിക്കവാറും ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത് ഇത്രേ ഉള്ളൂ, ചെറിയ പൊടി കുഞ്ഞ്, 1 വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല. ഞാൻ പുട്ടാണ് ഇന്ന് എന്റെ നോമ്പ് തുറ അത്താഴത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. മീൻകറി ആൻഡ് സ്ക്വിഡിന്റെ ഒരു റോസ്റ്റ് ആണ്. നോക്കട്ടെ. അടിപൊളി, ഭയങ്കര ഏരിയ, ഭയങ്കര ഏരിയ. കാര്യമായിട്ട് കഴിക്കണം, അത്താഴില്ല. ഭയങ്കര ടേസ്റ്റോ. പ്ലേറ്റ് ഞാൻ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അരി നോക്കി കുടിക്കാന്ന് വിചാരിച്ചു. നോർമലി നോമ്പ് തുറക്കുന്ന സമയത്ത് കുറെ സ്നാക്സും ജ്യൂസും തരിക്കഞ്ഞിയും ഒക്കെ നമ്മൾ കഴിക്കലുണ്ടല്ലോ. അപ്പൊ എനിക്ക് എല്ലാത്തിൻ്റെയും കുറവ് ഒരുമിച്ച് തീർക്കാന്ന് വിചാരിച്ചു. സ്പെഷ്യൽ അരി നോക്കൊന്നും അല്ല. നല്ല കപ്പലണ്ടിയുടെ മണം നോക്കിക്കേ. മൈ ഗോഡ്, മണം ഭയങ്കര മണം കേട്ടോ കപ്പലണ്ടിയുടെ. ശുഭം, ടിഷ്യൂ പ്ലീസ്. സ്വാഭാവികം നാടൻ അവൽ മിൽക്ക്. കുറേ കാലമായിട്ട് ഞാൻ അവൽ മിൽക്കേ എന്ന് പറഞ്ഞ് നടന്നിട്ട് എനിക്ക് ഇന്നാണ് കിട്ടുന്നത്. ഒക്കത്തിന് അതിൻ്റെ ആയിട്ടുള്ള സമയമുണ്ട് ദാസപ്പ എന്ന് വെറുതെ ഇല്ലല്ലോ പറയുന്നത്. കാര്യമുണ്ട്. ഇന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് തല ഇറക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഫുഡ് കഴിച്ചു, ഇപ്പൊ എനിക്ക് തല ഇറങ്ങില്ല. അത് കറങ്ങാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത്രയും മധുരം അടിച്ചു കയറ്റിയിട്ട് തല ഇറങ്ങിയിട്ട് വീട്ടിലിങ്ങനെ കിറങ്ങി പോവാം. അതാണ് എൻ്റെ അടുത്ത ഉദ്ദേശം. തീർന്നുള്ള കൊണ്ടാറാം ചവച്ചിറക്കാൻ പറ്റില്ല. ഇതെന്തായാലും ഞാനിപ്പോൾ കഴിച്ചു തരാൻ പോകുന്നില്ല. സോ നമുക്ക് ഇതോടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും കിട്ടണമെങ്കിലും പോലും ഭാഗ്യം വേണമെന്നുള്ളത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലാക്കുകയാണ്. എല്ലാത്തിനും നമുക്ക് ലക്ക് വേണം. ഇന്ന് ഞാൻ എന്തെല്ലോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അതൊന്നും എന്താ ഉദ്ദേശം കണക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് പോലും ഞാൻ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിൽ ഫ്ലൈറ്റ് ഇരുന്നിട്ട് ഞാൻ നോമ്പ് മുറിക്കുന്നൊക്കെ വലിയ ആഗ്രഹം വെച്ച് കയറിയതായിരുന്നു. പക്ഷെ ഒരു ഇത്തപ്പഴം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദുബൈയിൽ എത്തേണ്ടി വന്നു ഇന്നത്തെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാൻ. അസ്സലാമു അലൈക്കും.